മലബാർ ഗോൾഡ് അവതരിപ്പിക്കുന്നു എന്റെ മാനസപുത്രി. ഇനി ഒരിക്കൽ നിന്റെ ശത്രുവിനെ കൊല ചെയ്യാനുള്ള ഉദ്ദേശവുമായി എന്റെ മുന്നിൽ വന്നു പോകരുത്. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. അങ്കിളിന് തോന്നിയ സംശയങ്ങൾ ന്യായമാണ്. ഈ കേസുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു ബന്ധവുമില്ലാത്ത ബക്കർ സാർ ഇത്ര വലിയൊരു ഇഷ്യൂ പരിഹരിക്കാന്ന് പറയുമ്പോ എന്താ തന്റെ സംശയം? സദേൺ ഗ്രൂപ്പുമായി സാറിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പിന്നെങ്ങനെയാ ദേവ് അസോസിയേറ്റ്സും സദേൺ ഗ്രൂപ്പുമായിട്ടുള്ള പ്രശ്നം സാറ് പരിഹരിക്കുന്നത്? സാർ ഇങ്ങനൊരു നിലപാടെടുക്കണമെങ്കിൽ സാർ വ്യക്തമായൊരു ലാഭം പ്രതീക്ഷിക്കുന്നുണ്ടാവണം. സദേൺ ഗ്രൂപ്പിന്റെ അമരക്കാരനായ ഇബ്രാഹിം സേട്ടുമായിട്ട് സാറിന് എന്തെങ്കിലും വ്യക്തിപരമായ ബന്ധമുണ്ടോ? എന്നുവെച്ചാൽ സദേൺ ഗ്രൂപ്പിന്റെ MD-യുമായിട്ട് കൈകോർത്ത് ഞാനിവിടെ ഡബിൾ റോൾ കളിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്കൊരു സംശയം? ഇടനിലക്കാരനായി കിട്ടുന്ന ചില്ലറ കാശിന് വേണ്ടിയാണോ ബക്കറിന്റെ അഭ്യാസം എന്ന് നിങ്ങൾക്കറിയണം. സാർ അതേടോ, അതാണ് കാര്യം. ഗ്ലോറിയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ അതുവഴി തനിക്ക് ഡിവോഴ്സ് അനുവദിച്ചു കിട്ടിയപ്പോ നിങ്ങൾക്കാർക്കും ഈ സംശയം പൊട്ടിമുളച്ചില്ലല്ലോ. അന്നത് ഗ്ലോറിയോടുള്ള ശത്രുത കൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇന്നും അതെ. തന്നെ ഇങ്ങോട്ട് അയച്ച തന്റെ ദേവനങ്ങളോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദേവ് അസോസിയേറ്റ്സിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, മറിച്ച് ഗ്ലോറിയോടുള്ള ശത്രുത തന്നെയാണ് കാരണമെന്ന്. ഇനി ഞാനത് വിട്ടു. ദേവ് അസോസിയേറ്റ്സ് നോക്കി നടത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. നമുക്ക് സംസാരിക്കാം. ഇനി എന്ത് സംസാരിക്കാൻ? ഗ്ലോറിയോട് ഫൈറ്റ് ചെയ്യുന്നവർ ഒന്നിച്ചു നിൽക്കണമെന്ന് ഞാൻ കരുതി. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ വേണ്ട. സർ പ്ലീസ്, സർ പ്ലീസ് സർ, സംശയിച്ച ഞങ്ങളുടെ തെറ്റ്. ഇതൊന്ന് സോൾവ് ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങൾക്ക് തോന്നുമ്പോൾ സംശയിക്കാനും പിന്നീട് തിരുത്താനും നിൽക്കേണ്ട ആവശ്യമൊന്നും പൂക്കോട്ടിലെ ബക്കറിനില്ല. വെറും പോലീസുകാരനായിട്ട് ബക്കറിനെ കാണല്ലേ മക്കളെ, കണക്കൂട്ടിൽ അപ്പാടെ തെറ്റിപ്പോവും. ഇനി നിങ്ങൾ ഇതെങ്ങനെ പരിഹരിക്കും ഞാൻ നോക്കും. അവിടെയാ ബക്കർ നിങ്ങൾക്ക് മാർക്കിടാൻ പോകും. അത് കഴിഞ്ഞാൽ തീരുമാനിക്കാം നിങ്ങളുടെ കൂടെ നിൽക്കണോ വേണ്ടയോ. അപ്പോ കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. വരട്ടെ. എനിക്കെതിരെ കിട്ടുന്ന എന്തും ആയുധമാക്കുകയാണ് ബക്കർ. അല്ലെങ്കിൽ ഇപ്പോ ദേവ് അസോസിയേറ്റ്സിന് സഹായം വാഗ്ദാനം ചെയ്ത് അയാൾ ചെല്ലില്ല. സാധ്യതകളൊന്നും ഉണ്ടായിട്ടാവണമെന്നില്ല. അവരുടെ കൂടെയാണ് ബക്കർ എന്ന് അവരെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. പാണ്ഡവ പാളയത്തിൽ നിന്നിറങ്ങിയ കൗരവപക്ഷത്തിൽ അല്ലാന്താ? അല്ല സർ, ആ കണക്കുകൂട്ടലുകൾ തെറ്റാണ്. ചില്ലറ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നു ബക്കറിന്റെ ശ്രമമെങ്കിൽ ഡിവോഴ്സ് നടക്കാൻ കാരണക്കാരനായ അയാൾ ആ നിമിഷം പ്രതിഫലത്തിന് കൈനീട്ടുമായിരുന്നു. അയാളുടെ ലക്ഷ്യം ഞാൻ തന്നെയാണ്. പക്ഷേ ഗ്ലോറി, അയാൾ സഹായ വാഗ്ദാനം നടത്തിയാൽ തന്നെ സദേൺ ഗ്രൂപ്പുകളുടെ സ്ഥാപനത്തിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബക്കറിനെ നന്നായിട്ട് അറിയോ സാറിന്? ഒരു കീഴുദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കോ എന്റെ കൂടെ നിന്ന ആളെന്ന നിലയ്ക്കോ സാറിന് അറിയായിരിക്കും. പക്ഷെ അതിനപ്പുറത്ത് അയാൾക്ക് ചില തലങ്ങളുണ്ട്. കുടുംബപരമായി ബിസിനസ്സുകാരനാ. പിന്നെ സർവീസിൽ കയറിയ ആദ്യത്തെ കുറെ കാലം ഗുണ്ടകളുടെ പ്രിയപ്പെട്ടവനായി നടന്നിട്ടുണ്ട്. അന്നത്തെ അയാളുടെ സൗഹൃദങ്ങൾ പലതും ഇന്ന് പല സ്ഥലങ്ങളിലെയും വമ്പന്മാരാണ്. എനിക്കതൊന്നും അറിയില്ല. ഞാൻ നമ്മളുടെ ഗ്രൂപ്പിൽ നിന്ന് വിട്ടിട്ടും ബക്കർ ഫൈറ്റ് ചെയ്യുന്നത് വെറുമൊരു പഴയ പോലീസുകാരന്റെ ഊർജത്തിലാണെന്ന് സാർ ധരിച്ചു. നിലനിൽക്കാമെന്ന ധൈര്യം ബക്കറിനുണ്ട്. ബക്കർ ഈ വിഷയത്തിൽ അവരെ സഹായിക്കരുത്. സാറ് ബക്കറുമായി ഒന്ന് സംസാരിക്കണം. അതുകൊണ്ട് എന്ത് കാര്യം?
ഇനി നമ്മളുമായി ഒരു സംസാരത്തിന് അയാൾ നിന്നു തരില്ല. അതിലും നല്ലത് സദേൺ ഗ്രൂപ്പിൽ ഇപ്പോ ഗ്ലോറിക്ക് ആശ്രയിക്കാൻ കഴിയുന്നവർക്ക് ബക്കറിനെ കുറിച്ചൊരു മുന്നറിയിപ്പ് കൊടുക്കുക. അവരെ പിടിമുറുക്കട്ടെ.